എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. പക്ഷേ ഞങ്ങൾ പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിൽ അദ്ദേഹം അനുസരിച്ചു. അതിന് നിങ്ങളത് വലിയ വിഷയമാക്കണ്ട. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. കൗൺസിലർമാർ വളരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജയിച്ചതാ. ആരും ഔദാര്യം കൊണ്ടൊന്നുമില്ല. പാർട്ടിയുടെ പിന്തുണയും കൗൺസിലർമാരുടെ അധ്വാനമാണ് ചെയ്യാം. ഇത് രഘുനാഥിൻ്റെ അധ്വാനം ഇവിടെ ഒന്നുമില്ല. ശിവരാജേട്ടൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഞാൻ എല്ലാ തിരഞ്ഞെടുപ്പിലും അഫിഡവിറ്റ് കൊടുക്കണതാണ്. സൈറ്റിൽ പോയി നോക്കിയാലൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും. കാരണം ഇംഗ്ലീഷിലാണ് അഫിഡവിറ്റ് ഞാൻ കൊടുക്കാറുള്ളത്. എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, അത് മനസ്സിലാക്കി കൊടുക്കാം. ബി.ജെ.പിയിലെ പോര് സടകുടഞ്ഞ് പുറത്തെത്തി. ദുർബല ശരീരഭാഷയിൽ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം. രാജിവെക്കാൻ കേന്ദ്ര നേതൃത്വം അനുവദിക്കുന്നില്ലെന്നും പരസ്യപ്രതികരണക്കാർക്ക് താക്കീതുമായി ദുർബല പ്രതിരോധം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ എണ്ണിപ്പറഞ്ഞ നഗരസഭാ ചെയർപേഴ്സൺ. പ്രഭാരി പി രഘുനാഥിനെ വെല്ലുവിളിച്ച് ശിവരാജൻ. വി മുരളീധരനെ ഒന്ന് കുത്തിയും ശോഭയെ പാവമെന്ന് വിളിച്ചും അതിജീവനത്തിനായി സുരേന്ദ്രൻ നീങ്ങുമ്പോൾ നാളെയാണ് ബി.ജെ.പിയുടെ നിർണായകമായ നേതൃയോഗം. എന്താണ് ബി.ജെ.പിയിലെ ആന്തരിക വൈരുദ്ധ്യങ്ങളുടെ പരിണിതി? നമുക്ക് പരിശോധിക്കാം. ഈ ഘട്ടത്തിൽ എം ജയചന്ദ്രൻ, എ.കെ. നസീർ, മുൻ ബി.ജെ.പി നേതാവാണ്, മുൻ ബി.ജെ.പിയുടെ വക്താവ് കൂടിയായിരുന്നു എ.കെ. നസീർ അടക്കം 2 പേരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാൻ ചേരുന്നത്. ആദ്യം ശ്രീ എ.കെ. നസീറിലേക്ക് തന്നെ പോകുന്നു. ശ്രീ എ.കെ. നസീർ, താങ്കൾ ഇന്ന് സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനം കണ്ടിരിക്കും. ഈ ബി.ജെ.പിക്കുള്ളിലെ ഈ പോരും സമവാക്യങ്ങളും പല വിധത്തിലുള്ള അനുമാനങ്ങളുമായി പലരും എത്തുന്നുണ്ട്. പക്ഷേ ഈ സംഭവഗതികളുടെ പശ്ചാത്തലത്തിൽ ശരി, എ.കെ. നസീറിലേക്ക് ഞാൻ തിരിച്ചെത്താം. എം ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, ബി.ജെ.പിക്കുള്ളിൽ ഇപ്പോൾ നടക്കുന്നത് തീവ്രമായ സംഘർഷങ്ങളാണ്. കെ സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കുറേ നാളുകളായി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഇപ്പോഴത്തെ പരിണിതി എത്തി നിൽക്കുന്നത് ഈ പാലക്കാട്ടെ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പാപഭാരം മുഴുവൻ കെ സുരേന്ദ്രനിലേക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത്. എന്തായിരുന്നാലും പല പ്രമുഖ നേതാക്കന്മാർ രംഗത്തെത്തുന്നു. നേരത്തെ തന്നെ കുഴൽപ്പണ വിവാദങ്ങൾ അടക്കം എത്തിയ ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവരുടെ പേരുകൾ എത്തിയിരുന്നു. ഇപ്പോഴിതാ അന്നൊക്കെ സംരക്ഷിച്ചിരുന്ന വി മുരളീധരൻ കൂടി ഇപ്പോൾ കെ സുരേന്ദ്രനെ തള്ളിപ്പറയുന്നൊരു കാഴ്ച നാം കണ്ടു. ആ സുരേന്ദ്രന് പിറവത്തെ ടി.എം. ജേക്കബ് മരിച്ച ഒഴിവിലേക്ക് വന്ന ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞാണ് ഒന്ന് വിരട്ടാൻ നോക്കുന്നത് സുരേന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിണിതി അതിൻ്റെ പരിധികൾ ലംഘിച്ച് പുറത്തേക്കെത്തുകയാണ്. എന്താണ് ബി.ജെ.പിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടേക്കായിരിക്കും ഇതിൻ്റെ പരിണാമം വികസിക്കുക? ജയചന്ദ്രൻ, ഈ വിഷയത്തിൽ നമ്മുടെ പ്രാഥമികമായി നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം ഈ ഹൈന്ദവ വോട്ടുകളുടെ കുത്തകയാണല്ലോ ബി.ജെ.പി എപ്പോഴും അവകാശപ്പെട്ട് നടക്കുന്നത്. ഹിന്ദുത്വയുടെ രാഷ്ട്രീയവും ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണവും ആണ് അവർ നിരന്തരം പറഞ്ഞു നടക്കുന്നത്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി മുട്ടിന് പറഞ്ഞത് പാലക്കാട് ഇത്തവണ വലിയ വിപ്ലവം, താമരയിൽ വലിയ വിപ്ലവം നടക്കുമെന്നാണല്ലോ പറഞ്ഞു നടന്നത്. അപ്പൊ ഈ ഹിന്ദുക്കളുടെ വോട്ടൊക്കെ എവിടെ പോയി എന്ന് സ്വാഭാവികമായും ചോദിക്കില്ലേ നമ്മൾ? പ്രത്യേകിച്ച് ഒരു ചർച്ചയിലാകുമ്പോൾ ഹിന്ദുക്കളുടെ ഒക്കെ വോട്ട് എങ്ങോട്ട് ഒലിച്ചു പോയി എന്ന് ചോദിക്കേണ്ടി വരുമല്ലോ. അതൊരു കാര്യം. പക്ഷെ ഞാൻ ഒരു സംഗതി ജിംസാദെ പറയാൻ എനിക്ക് പ്രധാനമായിട്ടും മുമ്പിൽ വരുന്ന ഒന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് 50,220 വോട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരന് ലഭിച്ചത്. പാലക്കാട് അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത്. ഇത്തവണ 2024 ബൈ ഇലക്ഷനിൽ 39,529 വോട്ടാണ് കൃഷ്ണകുമാർ എന്ന ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്.
ഇപ്പൊ കൃഷ്ണകുമാറിനെ മാറ്റി വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെ, അതല്ലെങ്കിൽ സാക്ഷാൽ കെ സുരേന്ദ്രൻ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വന്നാൽ അന്ന് 2021 E. ശ്രീധരൻ പിടിച്ചിരുന്ന 50,220 വോട്ട് പിടിക്കുമോ? മേലേക്ക് സി കൃഷ്ണകുമാർ തന്നെ ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ 4,000 വോട്ട് കുറഞ്ഞു. അത് ആ കുറവിനെ സംബന്ധിച്ച് അത് രണ്ടാമത്തെ കാര്യം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരോട് ചോദിക്കണം, BJPയോട് RSSനോട് ചോദിക്കാൻ എനിക്കുള്ള ചോദ്യം ഇതാണ്. മെട്രോമാൻ ലഭിച്ചതിനേക്കാളും വോട്ട് കൂടുതൽ സമാഹരിക്കാൻ കഴിയുന്ന ഒരു BJP കാൻഡിഡേറ്റ് BJPക്ക് ഇന്ന് കേരളത്തിലുണ്ടോ? എന്റെ അറിവിലില്ല. BJPക്കാരുടെ അറിവിലുണ്ടെങ്കിൽ പറഞ്ഞു തരണം. പറഞ്ഞു തന്നാൽ നന്നായിരുന്നു, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പോ ഈ കാര്യം എന്ന് പറയുന്നത്, ഇത് സുരേന്ദ്രനെ മുൻനിർത്തി ഇവർ രൂപപ്പെടുത്തുന്ന ഒരു വിവാദത്തിൽ നേട്ടം ആർക്കാണ്? താൽക്കാലിക നേട്ടമെങ്കിൽ താൽക്കാലിക നേട്ടം. സുരേന്ദ്രനെ ആ സ്ഥാനത്ത് നിന്നൊന്ന് മൂലക്കിരുത്താൻ കഴിയുമോ, മറ്റൊരാൾക്ക് ചുമതലയേക്കാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു തോൽവിയെ, പാലക്കാട് ബൈ ഇലക്ഷന്റെ മുൻനിർത്തിയുള്ള തോൽവിയെ അതിന്റെ സ്കെയിലാക്കാൻ നോക്കുകയാണ് BJPയിലെ ഒരു വിഭാഗം. അത് മാധ്യമങ്ങളോ മറ്റ് രാഷ്ട്രീയ മുന്നണികളോ UDFോ LDFോ അല്ല അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്, മറിച്ച് BJPക്ക് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഈ കലാപം. പക്ഷേ ശ്രീ M. ജയചന്ദ്രൻ, ഇതിനകത്ത് കാതലായി എത്തുന്നത്, ഇപ്പോൾ താങ്കൾ E. ശ്രീധരൻ്റെ കാര്യം പറഞ്ഞു, ശരി, അതവിടെ നിൽക്കട്ടെ, ഒരു എക്സെപ്ഷനായി മാറ്റാം. പക്ഷേ ശോഭാ സുരേന്ദ്രനുണ്ട്. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതിൽ 3 പേരുകളാണ്. അദ്ദേഹം വളരെ ഭംഗിയോടുകൂടി, വളരെ ദുർബലമായ ശരീരഭാഷയായിരുന്നു. കാരണം മാധ്യമപ്രവർത്തകരുടെ അദ്ദേഹം പറഞ്ഞു വെച്ചത് പൂർത്തീകരിക്കുന്നതിന് മുമ്പേ തന്നെ സാധാരണഗതിയിൽ വാർത്താ സമ്മേളനത്തിൻ്റെ ഒരു ചിട്ടയും രീതിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ലംഘിച്ച് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, അതിനോട് പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറയുന്നു, അവരെ ഒന്നും വിലക്കാനാകുന്നില്ല. ഇങ്ങനെ പതറി കുഴഞ്ഞു മറിഞ്ഞാണ് സുരേന്ദ്രൻ ദുർബലമായിരുന്നു. അതുമാത്രമല്ല, ചേലക്കരയിലെ BJPയുടെ നേട്ടം പോലും സ്പെസിഫിക്കായി എടുത്തു പറയാൻ സുരേന്ദ്രന് കഴിയാതെ പോയി. കാരണം അത്രയേറെ ആന്തരിക സംഘർഷമാണ് BJPക്കുള്ളിൽ. അതിൻ്റെ പ്രതിഫലനമാണ് സുരേന്ദ്രൻ്റെ ശരീരഭാഷയിൽ കാണാനായത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ശോഭാ സുരേന്ദ്രൻ എല്ലായിടത്തും എടുത്തൊക്കെ, അത് ഏറ്റവും ഒടുവിൽ ആലപ്പുഴ അടക്കം എല്ലായിടത്തും വോട്ട് ഷെയറുകൾ വർദ്ധിപ്പിച്ച ഒരു BJP നേതാവാണ്. അപ്പോൾ അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രൻ അടക്കം 3 പേരുടെ പേരാണ് പട്ടികയായി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചത്, കേന്ദ്ര സമിതി അംഗീകരിച്ചത്. പക്ഷേ അവിടെ നിന്ന് താഴേക്ക് വരുമ്പോൾ ഈ 3 പേർക്കും താല്പര്യമില്ലായിരുന്നു. പക്ഷേ താല്പര്യമില്ലാത്ത കൃഷ്ണകുമാറിനെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി എന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ഇതിൻ്റെയൊക്കെ വരികൾക്കിടയിൽ വായിക്കാവുന്ന ഒരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് BJPയുടെ ആഭ്യന്തര സംഘർഷമാണ്. അത് കെ സുരേന്ദ്രനെതിരാണ്. ശ്രീ M. ജയചന്ദ്രൻ, അതെ, എനിക്ക് എൻ്റെ ഒരു ആഹ്ലാദം ഞാൻ മറച്ചു വെക്കുന്നില്ല. ഞാനത് പറയാൻ തന്നെ ആഗ്രഹിക്കുന്നു അജിംഷാദെ. അതെന്താണെന്ന് ചോദിച്ചാൽ, BJPക്കും LDFന്റെ CPMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോറ്റ ഡോക്ടർ P. സരിനും തമ്മിലുള്ള വോട്ട് വ്യത്യാസം, അത് എന്നെ നന്നായിട്ട് ആഹ്ലാദിപ്പിക്കുന്നതാണ്. അത് അവിടെ പറയാതെ പോകാനും കഴിയില്ല. BJPക്ക് 39,529 വോട്ട് കിട്ടിയപ്പോ സരിന് 37,348 വോട്ട് കിട്ടി. വ്യത്യാസം 2,181 വോട്ട് മാത്രം. അതാണ് ഈ CPM LDF സ്ഥാനാർത്ഥിയും BJP സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം. 2,181 വോട്ട് മാത്രം. എന്താണത് നൽകുന്ന സന്ദേശം? BJP അടിക്കടി ദുർബലമാവുകയാണ് പാലക്കാട് മണ്ഡലമാണ്. അതൊക്കെ BJP ദുർബലമാകുന്നു. അത് മാത്രമല്ല, LDFന്റെ ടാക്ടിക്സ് അവിടെ വിജയിക്കുന്നു. സ്വതന്ത്ര ചിഹ്നത്തിൽ ഒരു സർവസമ്മതനായ ഒരു സ്ഥാനാർത്ഥി, അത് മാത്രമല്ല എതിർവിഭാഗത്തിലുള്ള ഭിന്നതയെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. ഇതൊക്കെ വളരെയേറെ വിജയിച്ചു. അതൊരുപക്ഷെ ആയിരിക്കാം. പക്ഷെ BJPയുടെ കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ഈ കെ സുരേന്ദ്രൻ എന്ന ലീഡർ, എന്ന നേതാവ്, എന്ന അവരുടെ അധ്യക്ഷൻ നാളെ നിർണായകമായ യോഗത്തെ ഫേസ് ചെയ്യാൻ പോവുകയാണ് BJPയുടെ. ഈ ഒരു ഘട്ടത്തിലാണ് ഇത് വലിയ വിഷയങ്ങളായി എത്തിയത്. ശിവരാജനടക്കം പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ. ആ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. ശിവരാജൻ പ്രഭാരിയെ പോലും തള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ബൂത്തിലുണ്ടോ ഇത്രയും വോട്ടുകൾ എന്നാണ് ശ്രീ ശിവരാജൻ ചോദിക്കുന്നത്. ശിവരാജൻ്റെ വാക്കുകൾ ഒന്നും കൂടി കേൾക്കൂ. കൗൺസിലർമാർ വളരെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ജയിച്ചതാ. ആരും ഔദാര്യം കൊണ്ടൊന്നുമില്ല. പാർട്ടിയുടെ പിന്തുണയും കൗൺസിലർമാരുടെ അധ്വാനമാണ് ചെയ്യാം. ഇത് രഘുനാഥിൻ്റെ അധ്വാനം ഇവിടെ ഒന്നുമില്ല.
ഇനി പ്രമീള, അതായത് നഗരസഭാ അധ്യക്ഷ പ്രമീള പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. ചെയർപേഴ്സൺ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടായെന്നതിൽ സംശയമേ ഇല്ല. അത് പറഞ്ഞിരുന്നു അറിയിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഒരേ സ്ഥാനാർത്ഥി വേണ്ട, നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. ശ്രീ കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞു. ശ്രീ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഈ 28 കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട്. നഗരസഭാ ഭരണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും കീഴിലാണല്ലോ നഗരസഭ. പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാരാ? തീർച്ചയായും എൻ്റെ ജയചന്ദ്രൻ സാറേ, കൃത്യമായ വിഭജനം BJPക്കുള്ളിൽ നടന്നു. നേരത്തെ തന്നെ പല വിധത്തിലുള്ള സോഷ്യോളജിക്കൽ ഫാക്ടറുകൾ BJPയെ മതിച്ചിരുന്നു. കാരണം പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് BJP സ്വാഭാവികമായ ഒരു തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടി എന്ന നിലയിൽ അതിൽ സ്വാഭാവികമായും സമൂഹത്തിൻ്റെ എല്ലാവിധ ജാതി അടക്കമുള്ള തിന്മകളുടെ ഒക്കെ പ്രതിഫലനങ്ങൾ അതിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അത് ലോകത്തുള്ള എല്ലാ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ നോക്കിയാൽ അറിയാം. അപ്പോൾ BJPയിലും കൃത്യമായി ഇത്തരത്തിലൊരു ഭിന്നത ഉണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ്റെ നീക്കമുണ്ടായിരുന്നു. പക്ഷേ ആ നീക്കങ്ങൾ കൂടുതൽ ശക്തിയോടുകൂടി രംഗത്തെത്തുകയാണ്. സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ചുള്ള പരാജയമാണ്, പാളിച്ചയാണ്. നഗരസഭയുടെ മേൽ പഴിയാറേണ്ടതില്ല. കൗൺസിലർമാർ കൃത്യമായി പ്രവർത്തിച്ചു. ഇതൊക്കെ ആർക്ക് നേരെയുള്ള ഒളിയമ്പാണ്, അല്ലെങ്കിൽ ഡയറക്റ്റുള്ള അമ്പാണ്? ഇത് പറഞ്ഞിരിക്കുന്നത് പ്രമീള ശശിധരനാണ്, നഗരസഭ ചെയർപേഴ്സൺ. മാത്രമല്ല ശിവരാജൻ അവരുടെ ദേശീയ സമിതിയിൽപ്പെട്ട നേതാവ്. 1950 മുതൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നൊക്കെയാണ് അവകാശപ്പെടുന്നവർ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം നമ്മൾ പരിശോധിക്കണ്ടേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ അതിനെ ഒന്നുമല്ല ഈ വിയോജിക്കുന്നത്, അതിനോടൊന്നുമല്ല വിയോജിപ്പ്. അതൊക്കെ പരിപൂർണമായിട്ട് ഞാൻ യോജിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. എന്റെ പോയിന്റ് തന്നെ ഞാൻ അതുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ ആ ലിങ്കിൽ ഇതൊക്കെ വരുന്നുണ്ട് അജിംഷാദെ. പക്ഷെ ബേസിക്കലി എന്താണ് സുരേന്ദ്രന്റെ ലീഡർഷിപ്പിനോടുള്ള വിമർശനം എന്നുള്ള നിലയിലാണ് ഇപ്പോ ഇന്നത്തെ വാർത്തകൾ മുഴുവൻ അതാണല്ലോ. സുരേന്ദ്രന്റെ ലീഡർഷിപ്പിനുള്ള വിമർശനത്തിന്റെ ഭാഗമായിട്ട് നാളെ അവരുടെ നേതൃയോഗം ചേരുന്നുണ്ട്. ആ നേതൃയോഗത്തിൽ സുരേന്ദ്രനെതിരെ നടപടി വേണം എന്നൊരാവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. അത്തരമൊരു സാധ്യത വരണം. ശരിയാണ്, അത്തരത്തിലൊരു സാധ്യത വരണം എന്ന ഞാൻ ഇടപെടുകയല്ല സാർ. പക്ഷേ അത്തരത്തിലുള്ള ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രൻ തന്നെ പരസ്യമായി പല ഘട്ടങ്ങളിൽ രംഗത്തെത്തി പറഞ്ഞതും വാർത്താ സമ്മേളനവും ഒക്കെ അത് അവരുടെ വൈകാരികമായ വേലിയേറ്റങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ അന്നൊക്കെ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷനായി നിന്നത് വി മുരളീധരനാണ്. ആ വി മുരളീധരൻ തള്ളുന്നു. വി മുരളീധരനെക്കുറിച്ച് സുരേന്ദ്രൻ പറഞ്ഞതുകൂടി ഒന്ന് കേൾക്കാം. അതിനുശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. അദ്ദേഹത്തിനും അവിടെ തന്നെ മത്സരിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം ഉണ്ടായിരുന്നില്ല, അതാണ് സത്യം. പക്ഷേ ഞങ്ങൾ പാർട്ടി തീരുമാനം അച്ചടക്കമുള്ള പ്രവർത്തകർ എന്നുള്ളതിൽ അദ്ദേഹം അനുസരിച്ചു. അതിന് നിങ്ങൾ വലിയ വിഷയമാക്കണ്ട. അദ്ദേഹം അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അരുവിക്കരയിലും നെയ്യാറ്റിൻകരയിലും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. പക്ഷേ പിറവം ഉപതെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കുമ്പോഴായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചാണ്. അന്ന് കിട്ടിയത് 2000 വോട്ടാണ്. അന്ന് ആരും ശ്രീ വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഇതുവരെ ഗോഡ് ഫാദർ പോലെ നിന്നിരുന്ന വി മുരളീധരൻ അദ്ദേഹത്തെ തള്ളുന്നു. അദ്ദേഹം ഒരു കുത്തുന്നു. കാരണം TM ജേക്കബ് ഭരിച്ച ഇടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് കോട്ട് ചെയ്ത് പറയുന്നത്. 2000 വോട്ടേ അന്ന് ലഭിച്ചുള്ളൂ BJPക്ക്. അന്ന് വി മുരളീധരൻ രാജിവെക്കണമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. ആ ഗോഡ് ഫാദറിനെ കൂടി തള്ളുകയാണ്. അതായത് സുരേന്ദ്രൻ്റെ പിടി വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ശ്രീ M ജയചന്ദ്രൻ. അതെ, സുരേന്ദ്രന്റെ പിടി വിട്ടിട്ട് ഇപ്പോഴല്ലെന്നേ ഞാൻ പറഞ്ഞ അജിംസാദെ. ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് അവിടെയാണ്. സുരേന്ദ്രൻ അധികാരത്തിൽ വന്നതിന് ശേഷം, സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പൊ വീണ്ടും കാലാവധി നീട്ടിക്കൊടുത്തു. 2026 ഇലക്ഷൻ വരെ അത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്നാണ് അവരുടെ ഇന്നർ സർക്കിളിൽ നിന്ന് കിട്ടുന്ന വിവരവും. നാളത്തെ സംഗതിയൊക്കെ ഒരു താൽക്കാലിക വഴിപാടായിട്ടൊക്കെ മാറുകയും ചെയ്യും യോഗം. ഞാൻ ചോദിക്കുന്ന അതല്ല, സുരേന്ദ്രന്റെ ഈ പ്രസിഡന്റ് പദത്തിന് ശേഷം അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായിട്ട് കുറച്ച് വർഷങ്ങളായല്ലോ, 2020 ആയത്. അതിനുശേഷം എന്ത് നേട്ടമാണ്
BJP കൈവരിച്ചിട്ടുള്ളത് കേരളത്തിൽ അല്ല, തൃശ്ശൂരിലെ വിജയം അടക്കം അത് അദ്ദേഹം പറയുന്നുണ്ട്. വിജയിക്കുമ്പോൾ ആരും അധ്യക്ഷന്റെ നേട്ടം പറയുന്നില്ല. അല്ല, വിജയിക്കുമ്പോൾ പിന്നെ സുരേന്ദ്രന് ഇപ്പൊ കേന്ദ്ര നേതൃത്വം എന്ന് പറയുന്നത് പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷായും പിന്നെ അവർ പറയുന്നത് അനുസരിക്കുന്ന പാർട്ടി അധ്യക്ഷൻ JP നദ്ദയും ചേർന്നതാണല്ലോ. ഇവരിൽ 3 പേരിൽ ആരെങ്കിലും അംഗീകരിക്കുമോ തൃശ്ശൂരത്തെ വിജയം സംസ്ഥാന പ്രസിഡന്റ് വിജയമാണ്, അല്ലെ സംസ്ഥാന സമിതിയുടെ വിജയമാണ്, അല്ലെങ്കിൽ BJP കേരള ഘടകത്തിന്റെ ആകെ വിജയമാണ് എന്ന് ആരെങ്കിലും അംഗീകരിക്കുമോ? സുരേഷ് ഗോപി ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല ഇല്ല എന്നുള്ളതിന് തെളിവ് ഈ പിന്നെ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ദിവസത്തിനകം പുറത്തിറങ്ങിയ ദ വീക്ക് വാരികയിൽ, മലയാള മനോരമയുടെ ഇംഗ്ലീഷ് വാരിക, അതിൽ സുരേഷ് ഗോപിയുടെ അഭിമുഖം വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് മൈ വിക്ടറി ഈസ് നോട്ട് പൊളിറ്റിക്കൽ, ഇറ്റ് ഈസ് ടോട്ടലി അപ്പൊളിറ്റിക്കൽ. എൻ്റെ വിജയം രാഷ്ട്രീയതരമായ വിജയമാണ് എന്ന് പറയുന്നത് ജയിച്ച MP ആയ ഇപ്പൊ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതൊരു ചാനലിൽ പറഞ്ഞതല്ല, ഒരു മാഗസിൻ, ഇംഗ്ലീഷ് മാഗസിന് കൊടുത്ത അഭിമുഖത്തിൽ ദ വീക്കിൽ അച്ചടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജയിച്ച സ്ഥാനാർത്ഥി പോലും കയ്യോടെ തള്ളുകയാണ്. എൻ്റെ വിജയം അരാഷ്ട്രീയമായ വിജയമാണ്, ഒരുപാട് വോട്ടർമാർ അങ്ങനെ എനിക്ക് വോട്ട് ചെയ്യുന്നവരാണ്, അങ്ങനെ ജയിച്ചതാണ്. അപ്പൊ സുരേന്ദ്രൻ അവിടെ തന്നെ ഡിസ്ക്രെഡിറ്റഡ് ആയി. അവിടെ സുരേന്ദ്രന്റെ എന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തീർന്നു. അതില്ല. പിന്നെ വേറെ കയ്യിൽ ഉണ്ടായിരുന്ന ഏതാണ്? 2016 മുതൽ 2021 വരെ കൈവശം വെച്ചിരുന്ന നിയമമാണ് പിന്നെ കയ്യിലുണ്ടായിരുന്നത്. അത് അപ്പോഴേ തെറിച്ചു പോയില്ലേ, തീർന്നല്ലോ. അപ്പൊ ഉണ്ടായിരുന്ന നിയമസഭാ അംഗത്വം പോലും പോയി. പിന്നെയാണ് ഇവിടെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നത്. എവിടെ? പാലക്കാട് ബൈ ഇലക്ഷൻ വന്നതോടുകൂടി ഇതാ ഞങ്ങളിതേ വരാൻ പോകുന്നു, കേരളത്തിൽ BJP ഇനി സ്ഥിരമായി പാലക്കാട് ജയിക്കുന്നത് BJP ആയിരിക്കും എന്നായി പിന്നെ പ്രചാരണം. അപ്പോഴേക്കാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയായി ഇറക്കുന്നത്. കൃഷ്ണകുമാർ സുരേന്ദ്രന്റെ ഡയറക്റ്റ് നോമിനിയാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? കൃഷ്ണകുമാർ സുരേന്ദ്രന്റെ ഡയറക്റ്റ് നോമിനിയാണ്. അപ്പൊ അത് മാത്രമല്ല ഇതേ സുരേഷ് ഗോപി, താങ്കൾ ഉദ്ദേശിച്ച സുരേഷ് ഗോപി അടക്കമുള്ളവർ കേന്ദ്ര നേതൃത്വത്തിന് കത്തെഴുതി ശോഭയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു. അതൊക്കെയാണ് കെ സുരേന്ദ്രൻ വെട്ടുന്നത്. അതാണ് ഒരുപക്ഷെ സുരേന്ദ്രൻ ഇതിന് ഒരു ഉത്തരവാദിത്തം എത്തുന്നതിലേക്ക് പോകുന്നത്. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ M ജയചന്ദ്രൻ, ഈ C കൃഷ്ണകുമാറിൻ്റെ വാക്കുകൾ നോക്കൂ. AK നസീർ കൂടി നമ്മുടെ ചർച്ചയിലേക്ക് എത്തുന്നു. ശ്രീ നസീർ, താങ്കളെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. താങ്കൾക്ക് കേൾക്കാമോ? അതായത് ഇപ്പോൾ ഈ BJPക്കുള്ളിൽ ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, V മുരളീധരൻ കെ സുരേന്ദ്രനെതിരാകുന്നു, C കൃഷ്ണകുമാർ രംഗത്തുന്നു, ശിവരാജൻ രംഗത്തുന്നു. ഇങ്ങനെ തമ്മിലടിയുടെ ബഹളമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുട്ടൻസ് എന്താണ് എന്ന് അറിയാവുന്ന ഒരാളാണ്. കാരണം രാപ്പനി അറിയാവുന്ന ആളായിരുന്നല്ലോ. ഇപ്പോഴങ്ങനെയല്ല, ഇപ്പോൾ ആ ധാര വിട്ടെങ്കിൽ പോലും. അപ്പോൾ എന്താണ് AK നസീർ ഇപ്പോൾ BJPക്കുള്ളിൽ സംഭവിച്ചിട്ട്? ഇന്നത്തെ വാർത്താ സമ്മേളനം സുരേന്ദ്രനെ താങ്കൾ കേട്ടോ? താങ്കൾക്ക് ആധികാരികമായി ഇതേ സംബന്ധിച്ച് പറയാനാകും? അല്ല, എനിക്ക് ഇതിൽ വലിയ അത്ഭുതവും തോന്നിയിട്ടില്ല. കാരണം ഇത് നേരത്തെ വളരെ കാലം മുമ്പ് തന്നെ കുറെ കാലങ്ങളായിട്ട് BJPയിൽ തുടർന്ന് വരുന്ന ഒരു പ്രക്രിയയാണ്. ഇവിടെ പ്രധാനമായിട്ടും BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BJP നേതൃത്വം പ്രവർത്തകരെ മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം 19% വോട്ടുള്ള ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു MLA പോലും ഇല്ലാത്തൊരു പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് BJP, കേരളത്തിലെ BJP ആണ്. 19% പോയിട്ട് 5ഉം 6ഉം 10% വോട്ടുള്ള നിരവധി പാർട്ടികൾ, നിരവധി MLA MP-മാരുമായിട്ട് നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തുണ്ട്. പക്ഷെ കേരളത്തിലെ വിഷയം അതല്ല. കേരളത്തിലെ വിഷയം വളരെ പ്രധാനമായിട്ടും 3 വിഷയമാണ് കേരളത്തിലുള്ളത്. അതിലൊന്ന്, സാധാരണ പ്രവർത്തകരെ മുഖവിലക്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം BJPക്ക് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്, ഇവരുടെ വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സംഘടനാപരമായ വിഭാഗീയതയാണ്. കാരണം പാർട്ടിയേക്കാൾ വലുത് നേതൃത്വമായി മാറുകയും അവർക്ക് അവരുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള ആളുകളെ കൂടുതൽ കൊണ്ടുവരികയും മുതിർന്ന ആളുകളെയും മുതിർന്ന നേതാക്കളെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഓരോ 3 വർഷം കൂടുമ്പോഴും സംഘടനയുടെ തെരഞ്ഞെടുത്ത് വരുന്ന നേതാക്കൾ, അത്തരം ആളുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ വളർത്തി അതുമായിട്ട് സംഘടന മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് BJPയുടെ ഏറ്റവും വലിയ പ്രശ്നം.
അതുകൊണ്ട് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ആരെങ്കിലും രാജിവെച്ച് പോയതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചതുകൊണ്ടോ അല്ല. പ്രവർത്തകരുടെ മനസ്സിനെ വേദനിപ്പിച്ച് പ്രവർത്തകർ മുഴുവൻ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ നിന്ന് മാറിപ്പോകുന്നത് കൊണ്ടാണ് BJPക്ക് കൃത്യമായി വോട്ടുകൾ പാർട്ടി കിട്ടാതെ പോകുന്നത്. അത് വളരെ കാലമായിട്ട് തുടരുന്നതാണ്. അല്ല, ഈ പാലക്കാടിന്റെ പശ്ചാത്തലത്തിലെത്തിയാൽ അതായത് മതേതര മുന്നണികളുടെ ശക്തിയും അവരുടെ ഏറ്റുമുട്ടലും ഒക്കെ BJP സ്വാഭാവികം ദുർബലമാക്കിയിരിക്കാം. പക്ഷേ നഗരസഭ കേന്ദ്രീകരിച്ച് ഇത്രയേറെ BJPയുടെ ബേസ് വോട്ടുകൾ ഉണ്ടായിരുന്നിടത്താണ് 10,000-ലധികം വോട്ടിൻ്റെ ശോഷണം ഉണ്ടാകുന്നത്. അത് ഇനിയിപ്പോൾ ശ്രീധരനുമായി കമ്പയർ ചെയ്യേണ്ട, ഇതേ കൃഷ്ണകുമാറിനെ ലോക്സഭയുമായി കമ്പയർ ചെയ്താലും ഏതാണ്ട് 4,000 വോട്ട് ഓളം കുറവ് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് BJPക്ക് അത് സംഭവിച്ചത്? ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണോ? എന്തിനാണ് കൃഷ്ണകുമാറിനെ ആവർത്തിച്ച് അവിടേക്ക് അവരോധിക്കുന്നത് കെ സുരേന്ദ്രൻ? എന്താണ് അതിന്റെ ഗുട്ടൻസ്? അല്ല, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി BJPയെ സംബന്ധിച്ച് അവിടെ വലിയ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകൾ പാർട്ടിയുടെ പ്രാദേശികമായ പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് അവിടുത്തെ വിഷയം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയയിൽ ഈ പ്രവർത്തകർ നിസ്സഹായാവസ്ഥ സൃഷ്ടിക്കുന്നു, നിസ്സഹായരാകുന്നു, അവർ പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് BJPക്ക് അക്കാലത്തുമുള്ളത്. കാരണം BJPയുടെ ഇന്റർ പൊളിറ്റിക്സിൽ ജനാധിപത്യം ഇല്ല. പരസ്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും ജനാധിപത്യമൊക്കെ പറയുമെങ്കിലും ഇപ്പൊ നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാറിന്റെ പത്രസമ്മേളനം കണ്ടിരുന്നു. കാരണം ഇത് സ്ഥാനാർത്ഥിനെ നിശ്ചയിക്കുന്നത് മണ്ഡലം തലത്തിലെ ജനറൽ സെക്രട്ടറി ഉപരി ആളുകൾ കൂടി തീരുമാനിക്കുന്നു, അതിന്റെ ജില്ലാ നേതാക്കൾ തീരുമാനിക്കുന്നു, സംസ്ഥാനത്തെ കോർ കമ്മിറ്റി തീരുമാനിക്കുന്നു, പിന്നെ ആൾ ഇന്ത്യയിലേക്ക്. ഇതെല്ലാം ശരിയാണ്, ജനാധിപത്യപരമായ പ്രക്രിയ പൂർണ്ണമാണ് BJPയിൽ. പക്ഷേ ഈ ജനാധിപത്യ പ്രക്രിയ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഇപ്പൊ പാലക്കാട് മണ്ഡലത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിലെ ഇതുപോലെ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി എടുക്കുന്ന തീരുമാനത്തിന് അനുസൃതമല്ല BJPയുടെ പ്രവർത്തനം. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി എടുക്കുന്നത് ഈ പ്രക്രിയയൊക്കെ പൂർത്തിയാക്കുമെങ്കിലും അതിനപ്പുറത്തേക്ക് ആരോ എവിടെ നിന്നൊക്കെ പുതിയ ആളുകളെ കണ്ടെത്തുകയും പ്രവർത്തകരെ വേദനിപ്പിക്കുകയും പ്രവർത്തകരുടെ വികാരത്തെ ഒരു തരി പോലും അംഗീകാരം കൊടുക്കാത്ത രീതിയിലാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പോക്ക്. അത് പുതിയ നേതൃത്വം വന്നതിന് ശേഷം വളരെ കൂടുതലാണ്. ആ കൂടുതൽ BJP കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. സുരേന്ദ്രൻ വന്നതിന് ശേഷം അത് കൂടുതലാണ്, വളരെ കൂടുതലാണ്. സുരേന്ദ്രനും മുരളിയും സുരേന്ദ്രനും ഇപ്പോഴല്ലേ തെറ്റുള്ളൂ. ഈ മുരളിയും സുരേന്ദ്രനുമാണ് ഈ പാർട്ടിയെ വളരെ ഇത്രയും രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലാക്കിയത്. അപ്പൊ ഈ ശോഭ പറയുന്നതൊക്കെ മുരളി മാറി നിന്നിട്ട് കാര്യമില്ല. ശോഭാ സുരേന്ദ്രൻ പറയുന്നതൊക്കെ ആ അർത്ഥത്തിൽ ശരിയാണ്. അല്ല, ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല, കേരളത്തിലെ ഏതൊരു കൊച്ചു BJP പ്രവർത്തകനോട് ചോദിച്ചാലും വളരെ കൃത്യമായിട്ട് മറുപടി ഇത് ഒരൊറ്റ ഉത്തരവ് ഉണ്ടാവുള്ളൂ, അത് ഇത് തന്നെയായിരിക്കും. കാരണം പ്രവർത്തകരെ മാനിക്കാതെ ഇവരൊരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയും ഇപ്പൊ ഇവിടെ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി അല്ല വിഷയം. ഈ കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയിലേക്ക് പാർട്ടി എത്തപ്പെട്ട രീതിയും വഴിയും ശരിയല്ല. അതാണ് പ്രശ്നം. അത് ചില ഗ്രൂപ്പിന്റെ ചില താല്പര്യത്തിന്റെ മാത്രം മുഖവിലക്കെടുത്തുകൊണ്ട് പ്രവർത്തകരെ മാനിക്കാതെ മുന്നോട്ട് പോകുന്നതുകൊണ്ട് പ്രവർത്തകർ മാറി നിൽക്കുന്നു. അത് കറക്റ്റാണ്. ഈ മാറി നിൽക്കുന്ന വോട്ടിന്റെ ഏറ്റവും വലിയ കുറവുണ്ടാവുന്നത്. ശ്രീ M. ജയചന്ദ്രൻ, അതാണ്, അതായത് ഈ കൂടിയാലോചനകളുടെയും അവരുടെ പാർട്ടിയുടെ അടിത്തട്ടിൻ്റെ പ്രതിഫലനവും ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ വിഷയം. അതാണ് ശിവരാജൻ പറഞ്ഞത്, അതാണ് നേരത്തെ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്തിന് താങ്കൾ ശ്രീ M. ജയചന്ദ്രൻ ഇപ്പോൾ ഈ AK നസീർ പറഞ്ഞതിൻ്റെ അന്തരീക്ഷം ശരിയാണെന്ന് ബോധ്യമാക്കുന്ന ഒരു കാര്യം കൃഷ്ണകുമാറിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഈ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ അദ്ദേഹത്തിനെതിരായി പ്രമീള ശശിധരനും ശിവരാജനും ഒക്കെ പറഞ്ഞതിനുള്ള പ്രതികരണമാണ്. ആ കൃഷ്ണകുമാറിൻ്റെ വാക്കുകളൊന്ന് കേൾപ്പിക്കൂ. ശിവരാജേട്ടൻ അങ്ങനെ പറയാൻ സാധ്യതയില്ല. ഞാൻ എല്ലാ തിരഞ്ഞെടുപ്പിലും അഫിഡവിറ്റ് കൊടുക്കണതാണ്. സൈറ്റിൽ പോയി നോക്കിയാലൊക്കെ അറിയാം. അദ്ദേഹത്തിന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കും. കാരണം ഇംഗ്ലീഷിലാണ് അഫിഡവിറ്റ് ഞാൻ കൊടുക്കാറുള്ളത്. എല്ലാ തിരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് അതിൽ എന്തെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം, അത് മനസ്സിലാക്കി കൊടുക്കാം. അതായത് നോക്കൂ ശ്രീ M. ജയചന്ദ്രൻ, ഒരു
ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ, സ്ഥാനാർത്ഥിയായ ആളിൻ്റെ ഇത്രയേറെ പ്രതിരോധം നേരിടുന്ന ഒരാളുടെ പ്രതികരണമാണ്. അത് മുതിർന്ന ശിവരാജനെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവിനെ കുറിച്ച്. ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഗൂഗിൾ സെർച്ച് ചെയ്തുകൂടാ, അതായത് ഒരു നിരക്ഷരതയാണ് ശിവരാജനെ മതിക്കുന്നതെന്ന് പറയാതെ പറയുകയാണ്. അത് വലിയ അനാദരവാണ്. ഇതാണ് ഇവരുടെ ഒരു സ്റ്റൈല്. അതിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ AK നസീറുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ കൂട്ടി വായിക്കേണ്ടതാണ് ഈ ഘട്ടത്തിൽ. ശ്രീ M ജയചന്ദ്രൻ. അതെ, ശിവരാജൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല എന്നാണല്ലോ പച്ച മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. അപ്പൊ ഇത് കൃഷ്ണകുമാറിനേക്കാളൊക്കെ എത്രയോ മുൻപ് ഈ ജനസംഘം കാലം മുതൽ ശിവരാജൻ ഈ പാർട്ടിയിലുണ്ടെന്നാണ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ ഏറ്റവും ഒടുവിൽ വന്നിട്ട് പറയാൻ കഴിയുന്ന അദ്ദേഹം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പോലുള്ള ത്രാണി അംഗർക്കില്ല. ഇതാണ് സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി പറഞ്ഞു വെക്കുന്നത്. ആരോടാണ്? ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ് ശിവരാജൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ശരിയാണെങ്കിൽ അങ്ങനെ ഒരു മനുഷ്യനോടാണ് പറയുന്നത്. അപ്പൊ ഇത് നസീർ ഹലോ കേൾക്കാം ഹലോ ശ്രീ ജയചന്ദ്രൻ കേൾക്കാം. നസീർ പറഞ്ഞത് ഒരു പരിധിവരെ അല്ല, വലിയൊരു പരിധിവരെ ശരിയാണ്. പക്ഷെ അതില് നമ്മുടെ ഈ ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ടല്ലോ. ഒരു നേരത്തെ പറഞ്ഞത് നമ്മൾ ഇപ്പൊ കാണിച്ചല്ലോ, ബൈറ്റ് കണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇവരെല്ലാം പറയുന്നുണ്ടായിരുന്നു, ശിവരാജൻ പറയുന്നുണ്ടായിരുന്നു, പ്രമീള പറയുന്നുണ്ടായിരുന്നു, ഇതൊരു കേഡർ സ്വഭാവം ഉള്ളതുകൊണ്ട് പുറത്തറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പോഴവർ പുറത്ത് പറയുകയാണ് ഞങ്ങളൊക്കെ സംസ്ഥാന നേതൃത്വത്തിന് എതിർപ്പ് അറിയിച്ചിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ എതിർപ്പ് ലംഘിച്ചുകൊണ്ടാണ് സുരേന്ദ്രൻ ഈ സ്ഥാനാർത്ഥിയെ അവരോധിച്ചത്. അതാണ് ശ്രീ AK നസീർ പറഞ്ഞത്. ഇതാണ് V മുരളീധരൻ്റെയും സുരേന്ദ്രൻ്റെ ഒരു സ്റ്റൈല് അവരുടെ പാർട്ടിയിൽ പിന്തുടർന്നു വരുന്നത്. അതാണ് പ്രശ്നമെന്ന് ശ്രീ ജയചന്ദ്രൻ. അതെ, അതിൻ്റെ അകത്ത് ജനാധിപത്യം എന്ന് പറയുന്നത് പേരിന് മാത്രം ജനാധിപത്യവും ഈ പ്രവൃത്തിയിൽ, പ്രകൃതത്തിൽ, രീതികളിൽ, ശീലങ്ങളിലൊക്കെ തികഞ്ഞ ഏകാധിപത്യവുമാണ് ആ പാർട്ടിയിൽ നിന്നുള്ളത്. പുതിയ കാര്യമല്ല, നേരത്തെ തന്നെ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇപ്പോ പക്ഷെ ഒരു പ്രശ്നം വരുന്നുണ്ടെന്നറിയാമോ? 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് മുതൽ വ്യക്തികൾ ആരുമായിക്കോട്ടെ അത് വിഷയമല്ല. നരേന്ദ്രമോദിയുടെ പടം വെച്ചാൽ വോട്ട് വരും എന്നുള്ളതാണല്ലോ ഇവര് കേരളീയർ അടക്കമുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയൊന്നും വോട്ട് വരില്ല എന്ന് ഇപ്പൊ പറയുന്നത് ആരാണ്? ഈ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയാണ്. അവർ പറയുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് സ്ഥാനാർത്ഥികൾ ജയിച്ചത്. കൗൺസിലർമാര് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ പടം മാത്രം വെച്ചിട്ടല്ല ജയിച്ചത് എന്നവര് പറയാതെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് നല്ല കാര്യം. നരേന്ദ്രമോദിയുടെ പടം മാത്രം വെച്ചാൽ വോട്ട് കിട്ടില്ല എന്ന് നഗരസഭ ഈ അധ്യക്ഷയടക്കം പറയുന്നത് നല്ല കാര്യമാണ്, ഇരിക്കട്ടെ. പക്ഷേ ഈ പറയുന്ന സുരേന്ദ്രന്റെ ജസ്റ്റ് നേരെ അനുയായിയായ കൃഷ്ണകുമാർ, അദ്ദേഹം ഇപ്പോഴെന്താണ് അജിംഷാദിന്റെ സ്ഥാനം? സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി അല്ലേ കൃഷ്ണകുമാർ? അല്ലേ? അതെ. ആ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി നയിക്കുന്ന പാർട്ടി, ഈ പ്രസിഡന്റ് നയിക്കുന്ന പാർട്ടി, മുരളീധരൻ നയിച്ചിരുന്ന, ഇപ്പോഴും മുരളീധരനാണല്ലോ ഒരു സുരേന്ദ്രനൊക്കെ നിഴലാണ്, യഥാർത്ഥ ഭരണം മുരളിയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറി മുരളീധരൻ തന്നെ നേരിട്ട് ഒരു ഭിന്നതയിലെ നിലവാരത്തിലേക്ക് വരുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇത് BJP ഇങ്ങനെയാണെന്നുള്ളത് നേരത്തെ തന്നെ ഈ BJPയുടെ രാഷ്ട്രീയം വിമർശനാത്മകമായി നിരീക്ഷിക്കുന്ന ഏതാണ്ട് എല്ലാവരും തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതിൽ യാതൊരു വേരുകളും ഇനി മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയില്ല. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇവരുടെ ഈ ചക്രത്തെ പോരാട്ടം എന്ന് പറയുന്ന സാധനം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ മുരളീധരൻ അല്ലെങ്കിൽ സുരേന്ദ്രൻ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ അല്ലെങ്കിൽ മറ്റൊരാള്, ആ നിലയ്ക്കേ ഉള്ളൂ. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറയുന്നു, ഇപ്പൊ ചിലരെങ്കിലും പറയുന്ന ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് ഒരു കാര്യം മാത്രം. തിരൂർ ദിനേശ് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തിരൂർ ദിനേശ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയല്ലോ, കേരളീയ സമൂഹത്തിനോട് വെളിപ്പെടുത്തിയല്ലോ. ദിനേശ് അല്ല, സതീഷ്, തിരൂർ സതീഷ്. അപ്പൊ ആ സതീഷ് വെളിപ്പെടുത്തിയ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ മലയാളിക്ക് അവരെ സംബന്ധിച്ച ധാരണ ഇപ്പൊ നിലവിലുണ്ട്. ഇവരായിരുന്നു പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെങ്കിലോ എന്താകുമായിരുന്നു? അതും ചിന്തിക്കില്ലേ? ആൾക്കാർ ചിന്തിക്കില്ലേ? വോട്ടർമാർ ചിന്തിക്കില്ലേ?
തീർച്ചയായും ശ്രീ അപ്പൊ ഒന്നിനൊന്ന് മെച്ചമാണ് ഇതെല്ലാം, ഒന്നിനൊന്ന് മെച്ചമാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതെ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ കൂട്ടര് BJP എന്ന് പറഞ്ഞ ഹിന്ദുത്വയെ പേറുന്ന, ഹിന്ദുത്വ അട്ടിത്തറ അവകാശം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഇവര് എല്ലാം ഒന്നിനൊന്ന് ഓരോ തരത്തിൽ തരാതരം പോലെ കൊള്ളാവുന്ന BJP കൊടുക്കാവുന്ന കക്ഷികൾ. ശ്രീ AK നസീർ, അതായത് 3 പേരുടെ പേരാണ് ലിസ്റ്റ് ചെയ്ത് പോകുന്നത് പട്ടികയിൽ. ശ്രീ AK നസീർ, 3 പേരുടെ പേരാണ്. അത് സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു. 2 പേരുടെ പേര് സംഘടനാപരമായി പറയാനാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് തൊട്ടു മുമ്പ് പ്രമീള പറഞ്ഞിരുന്നു, MT രമേശിൻ്റെയും ശോഭാ സുരേന്ദ്രൻ്റെയും പേരുകളാണ് കൂടെ പോയതെന്ന്. ശരി, ആയിക്കോട്ടെ, 3 പേരുടെ പേര് പോകുന്നു. 3 പേർക്കും മത്സരിക്കാൻ താല്പര്യമില്ലത്രേ. പക്ഷേ C കൃഷ്ണകുമാറിനെ മാത്രം നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു എന്നാണ് സുരേന്ദ്രൻ്റെ വാദം. ഇത് എത്ര കണ്ട് ശരിയാണ്? 1. 2, കുമ്മനം രാജശേഖരൻ അവിടെ പ്രചരണത്തിനായി പോകുന്നതിൽ സജീവമായി പ്രചരണത്തിന് പോയിരുന്നില്ല. ഇതേ കുമ്മനമാണ് അവിടെ പോയി സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്നതിലേക്ക് ചർച്ചകൾ നടത്തിയത്, ഈ ലിസ്റ്റ് തയ്യാറാക്കാൻ ഇടപെട്ടത്. അതിനുശേഷമാണ് ഈ ലിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അയക്കുന്നത് സംസ്ഥാനം. അവിടുന്ന് തിരിച്ചു വരുന്നു, സംസ്ഥാനം അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് കുമ്മനത്തിൻ്റെ അവിടുത്തെ റോള്? കുമ്മനം എന്തുകൊണ്ടാണ് സജീവമാകാതിരുന്നത്? ഈ 3 പേരുടെ പേര് പോയതടക്കം. ശ്രീ AK നസീർ. ഈ അതിൻ്റെ പോകുന്ന വഴിയൊക്കെ കറക്റ്റാണ്. കാരണം ഞാൻ 3 ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്ന സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ഞാൻ തൃശ്ശൂർ ജില്ലയുടെ, ഇടുക്കി ജില്ലയുടെ, കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രഭാരിയായിരുന്നു BJPയുടെ. അതെ. ഇവിടെ പല ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതുപോലെ മണ്ഡലം തലത്തിൽ, ഇപ്പൊ കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പ് വന്നു. ഇപ്പൊ മണ്ഡലം തലത്തിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഭാരവാഹി ജനറൽ സെക്രട്ടറി ഉപരി ആളുകളുടെ കോർ കമ്മിറ്റി എടുത്ത് തീരുമാനമെടുക്കുന്നു. അവർ മണ്ഡലം തീരുമാനിക്കുന്ന ആളുടെ പേര് ജില്ലയിലേക്ക് കൊടുക്കുന്നു. ജില്ലാ ഭാരവാഹികൾ അത് വിലയിരുത്തുന്നു. വീണ്ടും സ്റ്റേറ്റ് കോർ കമ്മിറ്റി പോകുന്നു. സ്റ്റേറ്റ് കോർ കമ്മിറ്റി അത് വിലയിരുത്തുന്നു. ആൾ ഇന്ത്യയിലേക്ക് പോകുന്നു. ആൾ ഇന്ത്യ നിശ്ചയിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. പക്ഷേ ഈ പ്രൊസീജിയർ, കാരണം കോട്ടയം ജില്ലയുടെ ചാർജ് ഉള്ളപ്പോൾ എന്നെ വളരെ വേദനിപ്പിച്ച സംഭവം, പറയൂ. ഞങ്ങൾ ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. എല്ലാ മണ്ഡലത്തിൽ നിന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊടുത്തു. അതായത് ഈ ജില്ലാ ജനറൽ സെക്രട്ടറി ഉപരി ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ച്, അവരുടെ ഇഷ്ടം അനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കി കൊടുത്തു. തയ്യാറാക്കി കൊടുത്തതിന് ശേഷം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിൽ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. അന്നാ ഇങ്ങനെ ഒരു മാറ്റമുണ്ട്, ഇത് ഇന്നമാതിരി മാറ്റാമോ എന്ന് ജില്ലയുടെ പ്രഭാരി ആയിരുന്ന, ഇൻചാർജ് ആയിരുന്ന എന്നോട് പോലും ചോദിച്ചിട്ടില്ല. അപ്പൊ BJPയുടെ സംഘടനാ സംവിധാനം ഇതാണ്. സുരേന്ദ്രൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണല്ലോ അല്ലേ? അതെ. ഈ സംഘടന സുരേഷ് ഇരിക്കുമ്പോ തന്നെയാണ് സംഭവമൊക്കെ ഉള്ളത്. അപ്പോ ഈ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്, ജനാധിപത്യ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ ജനാധിപത്യ രീതിയിൽ പറഞ്ഞോണമാണ്, ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കും, പക്ഷേ ഇരിക്കാൻ എവിടെ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞതുപോലെ അല്ലേ? അതെ. അപ്പൊ അതാണ്. അപ്പൊ അങ്ങനെ കൂടെ ഉള്ളവരെ, കൂടെ നിർത്തുന്നവരെ, ആ സ്വന്തം വിഭാഗീയമായ നിലപാടുള്ള പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആളുകളെ മാത്രം കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തകരുടെ വേദനയാണ് പ്രതിഫലിക്കുന്നത്. അപ്പൊ ഇത് പാർട്ടി അവര് BJP കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കാണാതെ ഈ BJPയിലെ വിഭാഗീയത കേരളത്തിൽ മാറില്ല. അത് എത്ര ശ്രമിച്ചാലും മാറാത്ത ഗുരുതരമായ ഒരു രോഗമായിട്ട് കേരളത്തിലെ BJP നേതൃത്വത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ കുമ്മനം രാജശേഖരൻ ഇത്രയേറെ, അതായത് സ്ഥാനാർത്ഥി നിർണ്ണയിക്കാൻ ഏൽപ്പിച്ച ആളാണ്, ചർച്ച നടത്തിയതിനെ രൂപപ്പെടുത്താൻ. പക്ഷേ കുമ്മനം സജീവമായിരുന്നില്ല അവിടെ. ശ്രീധരൻ പോലും ഇടയ്ക്ക് വന്നിട്ടെന്ന് പോയതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള സജീവ ആകാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ശ്രീ AK നസീർ? പാലക്കാട്ടെ കാര്യം ഉണ്ടാവുന്ന ഒരു പക്ഷേ കുമ്മനം ഈ പാർട്ടി നേതൃത്വമായിട്ട് സംസാരിച്ച് പാലക്കാട് നിന്ന് കൊടുത്ത ലിസ്റ്റിലുള്ള പേര് ഒരു പക്ഷേ ഇതാവില്ല. പക്ഷെ വേറെ പേര് വന്നപ്പോൾ പുള്ളിക്ക് വിഷമമുണ്ടായതാവാം, അതെനിക്കറിയില്ല. പക്ഷെ എനിവേ പുള്ളി കുമ്മനം രാജേട്ടൻ അത് ആക്റ്റീവ് ആവാതെ പാലക്കാട് നിന്ന് വിട്ടു നിൽക്കാൻ വേറെ കാരണങ്ങളൊന്നും അവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. പക്ഷെ BJPയുടെ പൊതു സ്വഭാവം അനുസരിച്ച് അപ്പൊ അവിടെ പോയി ഒരാള് കണ്ടുപിടിച്ചാലും ഈ കണ്ടുപിടിക്കുന്ന സ്ഥാനാർത്ഥി നാളെ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല. അപ്പൊ രാജേട്ടൻ കണ്ടുപിടിച്ച ആള് തന്നെയാണ് എന്നൊന്നും നമുക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല.
പക്ഷേ സ്ഥാനാർത്ഥിയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്ഥാനാർത്ഥിയുടെ മോശമല്ല. ഇപ്പൊ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്, പഴയ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഈ പാലക്കാട് ജില്ലയിലെ പഴയകാല നിരവധി നേതാക്കന്മാരുണ്ട്. ഇപ്പൊ ശിവരാജേട്ടൻ തന്നെ, ശിവരാജേട്ടനെ പോലുള്ള ആളുകൾ, ശിവദാസനെ പോലുള്ള ആളുകൾ, നിരവധി ആളുകൾ എത്രയോ കാലമായി. ഞാൻ BJP-യിൽ വരുന്ന സമയത്ത് 2.25% വോട്ടാണ് BJP-ക്ക് ഉള്ളത്. ഈ 2.25% നിന്ന് 19% പാർട്ടി വളർന്നിട്ടും കേരളത്തിൽ തുടർച്ചയായിട്ട് ഒരു MLA-നെ ജയിപ്പിച്ചെടുക്കാൻ കഴിയാതെ പോകുന്നതിന്റെ വീഴ്ച കേരളത്തിലെ BJP നേതൃത്വത്തിന്റെ തലയിൽ തന്നെയാണ്, ഒരു സംശയമില്ല അതിൽ. അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ വിഭാഗീയതയും അഴിമതിയുമാണ്. ഇവർക്ക് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്, ഇലക്ഷനെ സംബന്ധിച്ച് വിജയിക്കാനല്ല താല്പര്യം, മത്സരിക്കാനാണ് താല്പര്യം. മത്സരിക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് പാർട്ടി നേതൃത്വം പലപ്പോഴും. അതാണ് ഈ തിരൂർ സതീഷ്, ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷ് ഈ പണ ഇടപാടുകളെ സംബന്ധിച്ച് കള്ളപ്പണം, ചാക്കുകെട്ട് ഇതൊക്കെ പറയുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടാണ് തിരൂർ സതീഷ് ഇത്തരത്തിൽ പറഞ്ഞതെന്ന്. അതിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരസ്യമായി വീണ്ടും രംഗത്ത് വന്നു. പക്ഷെ അത് അവരുടെ പരിമിതിയാണ്. എന്താണ് അതേ സംബന്ധിച്ചുള്ള താങ്കളുടെ നിരീക്ഷണം? അല്ല, അതിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ശോഭാ സുരേന്ദ്രന്മാരുമായിട്ട് എന്താ സംസാരിച്ച് അവരുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നത് എനിക്ക് ഇപ്പൊ പറയാൻ കഴിയില്ല. കാരണം അവര് തമ്മിലുള്ള ഒരു വിഷയമാണല്ലോ. പക്ഷേ ഈ കള്ളപ്പണ ആരോപണം, ചാക്ക് കെട്ടി ഓഫീസിൽ, കള്ളപ്പണം ആരോപണം എന്ന് പറയുന്നത് അത് വിശ്വസനീയമാണല്ലോ. അത് പൊതുസമൂഹത്തിൽ ഏകദേശം അംഗീകരിക്കപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേപോലെ കള്ളപ്പണങ്ങൾ വരാറുണ്ട്, എല്ലാ മണ്ഡലങ്ങളിലും വിതരണം ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊന്നും സുതാര്യമല്ല എന്നുള്ളതാണ് BJP-യുടെ മറ്റൊരു പ്രത്യേകത. വേറെ പല പാർട്ടികളിലും ഇതൊക്കെ സുതാര്യമായിരിക്കും. കാരണം ഇതൊക്കെ പാർട്ടിയുടെ നേതൃത്വം അറിയും. ഇതൊക്കെ BJP-യെ സംബന്ധിച്ച് കള്ളപ്പണം വരുന്നത് സംസ്ഥാനത്ത് 3-4 പേരറിയും, ജില്ലയിൽ 1-2 പേരറിയും. ഒരു കുഞ്ഞു പോലും അറിയുന്നില്ല ഇത് എത്ര രൂപ ഒരു മണ്ഡലത്തിൽ വിതരണം ചെയ്യുന്നു. ഞാൻ 3 ജില്ലയുടെ പ്രഭാരിയായിരുന്നിട്ടും എന്റെ ജില്ലയിൽ വിതരണം ചെയ്ത പൈസ, ഒരു പൈസയുടെ കണക്ക് പോലും എനിക്കില്ല, എന്റെ കയ്യിലില്ല. സുരേന്ദ്രൻ അടങ്ങുന്ന വേറൊരു കോക്കസാണ് ചെയ്യുന്നത്. 14 ജില്ലയുടെ ഒരു പ്രഭാരിക്കും അറിയാൻ മേല. അതൊക്കെ സുരേന്ദ്രൻ അടങ്ങുന്ന വേറൊരു കോക്കസാണോ ചെയ്യുന്നത്? അതെ, അത് വേറൊരു കോക്കസ് ചെയ്യുന്നത്. കാരണം അത് ഇപ്പൊ സംസ്ഥാനത്ത് ഇതിന്റെ ഒരു കണക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നവരെ വെച്ചിട്ടില്ല. ഈ ഞാൻ നിന്ന ഈ 28-29 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും സംസ്ഥാന കമ്മിറ്റികളിൽ ഈ കണക്ക് അവതരിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല. കാരണം സംഘടന ആ രീതിക്കാണ് പോകുന്നത്. അത് സംഘടനയുടെ കുറച്ച് ആളുകൾ സംസ്ഥാനത്ത് കൈകാര്യം ചെയ്യുന്നു. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേറെ 2-3 പേരുണ്ടാവും. അവരവരുടെ റൂട്ടിൽ അത് കൈകാര്യം ചെയ്യും. മാത്രമല്ല ഒരു ജില്ലാ പ്രസിഡന്റിന്റെ ഇത്തരത്തിൽ പണമിടപാടുകൾ, ഈ രീതിയിൽ വരുന്ന പണമിടപാടുകൾ ഒഴുക്കിയതും അദ്ദേഹത്തിന്റെ വീട് നിർമ്മാണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയെ താങ്കൾ BJP-യിലുള്ളപ്പോൾ വെക്കുകയും അതിന്റെ ഇമെയിൽ ചോരുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അത് ഞാനൊന്ന് ഓർമ്മബോധത്തിലേക്ക് താങ്കളുടെ അതെ അതെ അത് ഇപ്പൊ കള്ളപ്പണമായിട്ട് ബന്ധപ്പെട്ടല്ല, അത് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് വേറെ മെഡിക്കൽ കോഴയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, അല്ലാണ്ട് തെരഞ്ഞെടുപ്പിലെ പണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല അത്. പക്ഷെ അതേപോലെ ഒരുപാട് വിഷയങ്ങൾ BJP-യെ സംബന്ധിച്ച് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി BJP-യുടെ നേതാക്കന്മാർ പല കാര്യങ്ങളും ഇതേപോലെ ചെയ്തു. ശ്രീ ജയചന്ദ്രൻ, എന്താണ് താങ്കൾ കൈ ഉയർത്തിയത്? ഒരു ചോദ്യം ശ്രീ AK നസീർ, താങ്കൾ പറഞ്ഞല്ലോ ഈ 19% വോട്ടിന്റെ ഒരു കാര്യം, കണക്ക് താങ്കൾ പറഞ്ഞല്ലോ. ശരിയാണ്, താങ്കളുടെ ആ നിരീക്ഷണം ശരിയാണ്. 19% എന്തുകൊണ്ട് MLA ഉണ്ടാകാൻ പറ്റുന്നത്. പക്ഷെ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം അറിയാമല്ലോ. മുന്നണി രാഷ്ട്രീയം ഏറ്റവും പ്രബലമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ഇവിടെ 19% വോട്ട് ഉണ്ടെന്ന് കരുതി BJP-ക്ക് MLA ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ മുന്നണി രാഷ്ട്രീയത്തിൽ BJP അത്യന്തം ദുർബലമാണെന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. എത്ര കാലം കഴിഞ്ഞാലും ശരി, മുന്നണി രാഷ്ട്രീയത്തിൽ ഇപ്പം 2035-ലോ 36-ലോ ഒക്കെ പിടിച്ചെടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ പിടിച്ചെടുക്കാനാണ്? അപ്പൊ ഈ 19% എന്നുള്ളതല്ല പ്രശ്നം. LDF-ഉം പിന്നെ UDF-ഉമായിട്ട് 2 ശക്തമായ മുന്നണികളായി കേരള രാഷ്ട്രീയം നന്നായിട്ട് വിഭജിച്ചു നിൽക്കുകയാണ് രാഷ്ട്രീയമായി. അവിടെ 19% വോട്ട് കൊണ്ട് എത്ര കാലം പോയാലും BJP-ക്ക് മുമ്പോട്ട് വരാൻ കഴിയില്ല എന്നിരിക്കെ ഈ 19% വോട്ടിന്റെ കണക്കിന്റെ അടിസ്ഥാന യാഥാർത്ഥ്യം താങ്കൾ പിന്നെ അതെങ്ങനെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, അത് ഞാൻ പറയാം. കാരണം 19% വോട്ടുള്ളത് കൊണ്ട് കേരളത്തിലെ ഈ മുന്നണി രാഷ്ട്രീയത്തിന്റെ 2 ശക്തമായ മുന്നണികൾക്കിടയിൽ BJP-ക്ക് വളരാൻ കഴിയില്ല എന്ന വസ്തുത എന്നെ സംബന്ധിച്ച്, എൻ്റെ പ്രവർത്തന രീതി, ഞാൻ BJP-യിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലൊന്നും
എനിക്ക് അസംഭവ്യമായി തോന്നിയിട്ടില്ല. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ അന്ന് പ്രതീക്ഷിച്ചത് ഒരു 5 MLA-മാർ, 4 അല്ലെങ്കിൽ 5 MLA-മാർ കൃത്യമായിട്ടും BJP കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം BJP-യുടെ പ്രവർത്തന രീതി അതുപോലെ ക്രോഡീകരിച്ച്, കാരണം പ്രവർത്തകരെ കയ്യിലെടുത്തുകൊണ്ട് പ്രവർത്തിച്ചാൽ BJP-ക്ക് കേരളത്തിൽ വിജയിക്കാൻ കഴിയുമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP-യുടെ പ്രവർത്തന രീതി അതല്ല. BJP ഇത് ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും ജനങ്ങളെ, അതായത് പാർട്ടി പ്രവർത്തകരെയാണ് ആദ്യം മുഖവിലക്കെടുക്കേണ്ടത്. ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ആ മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർക്ക് ആ സ്ഥാനാർത്ഥിയെ താല്പര്യമില്ലെങ്കിൽ എത്ര വോട്ടുണ്ടെങ്കിലും അവിടെ BJP-ക്കല്ല ഒരു പാർട്ടിക്കും വിജയിക്കാൻ കഴിയില്ല. ആ മണ്ഡലത്തിലെ പ്രവർത്തകർക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പ്രവർത്തകർ ആരും പറയണ്ട, വളരെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് ആ പ്രവർത്തകർ പ്രവർത്തിക്കുകയും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അവർ മാക്സിമം ശ്രമിക്കുകയും ചെയ്യും. BJP-യെ സംബന്ധിച്ച് ഇതുപോലെ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല ശക്തമായി ഗ്രൂപ്പില്ലാതെ പ്രവർത്തിച്ചാൽ BJP-ക്ക് 19% വോട്ടിൽ ജയിക്കാൻ കഴിയില്ല എന്നൊന്നും ഒരു രാഷ്ട്രീയക്കാരനായ എന്നെ പോലുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല. തീർച്ചയായും. അതായത് ഇപ്പോൾ നമുക്ക് ഈ പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് എത്തിയാൽ ഈ ശോഭാ സുരേന്ദ്രൻ്റെ പേരായിരുന്നു സുരേഷ് ഗോപി മുമ്പോട്ട് വെച്ചത്. അതിനെ കെ സുരേന്ദ്രനാകും സ്വാഭാവികമായി വെട്ടിയിട്ടുണ്ടാവുക. ഈ വി മുരളീധരന് അതിലൊന്നും റോൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇപ്പോൾ വി മുരളീധരൻ എങ്ങനെയാണ് തള്ളിപ്പറയുന്നത്? അതൊക്കെ സുരേന്ദ്രനോട് ചോദിക്കണം എന്ന് മുരളീധരൻ തള്ളിപ്പറയുന്നു. അത് മാത്രമല്ല, പിറവത്ത് 2000 വോട്ട് മാത്രം മേടിച്ചപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന് മുരളീധരനിട്ടൊരു കുത്തും സുരേന്ദ്രൻ നൽകുന്നു. ഇദ്ദേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ വി മുരളീധരൻ. പക്ഷേ അവർ തമ്മിൽ തെറ്റുകയാണോ, ഇടയുകയാണോ, അതോ ഇത് പുറത്തെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള തന്ത്രമാണോ? താങ്കൾ എങ്ങനെയാണ് അതിനെ നിരീക്ഷിക്കുന്നത്? അല്ലല്ല, ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ള തന്ത്രമല്ല. അവർ തമ്മിൽ എന്തോ ചെറിയ അസ്വാരസ്യം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ എന്ന രീതിയിൽ നമുക്കെല്ലാവർക്കും കാണാൻ കഴിയും. കാരണം ഇതിന് മുമ്പെല്ലാം എല്ലാ കാര്യങ്ങളിലും മുരളീധരന്റെ കൃത്യമായ പങ്കുണ്ട്. കാരണം സുരേന്ദ്രൻ മാത്രം ഒറ്റക്കെടുക്കുന്ന തീരുമാനമല്ല. സുരേന്ദ്രൻ ാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പല സംസ്ഥാന നേതാക്കളിൽ ഒരാളാണ് ഞാൻ. കാരണം സുരേന്ദ്രന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനും കാരണം സുരേന്ദ്രനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു മതിപ്പുണ്ടായിരുന്നു. നല്ല ഒരു ഡൈനമിക് പേഴ്സണാലിറ്റി സുരേന്ദ്രൻ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സുരേന്ദ്രൻ അധികാരത്തിൽ വന്നപ്പോൾ സുരേന്ദ്രന്റെ പ്രവർത്തനത്തെ വികൃതമാക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരാള് വി മുരളീധരനാണ്. അത് സുരേന്ദ്രനെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് നല്ല പങ്ക് മുരളീധരനുണ്ട്. പക്ഷെ മുരളീധരന്റെ പല ലൈനിലൂടെയാണ് സുരേന്ദ്രന് പിന്നീട് പോകേണ്ടി വന്നത്. അപ്പൊ ആ യാഥാർത്ഥ്യം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങനെ പരസ്പരം തള്ളി പഴിചാരി ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വി മുരളീധരനുമായി ഇതേ വഴിയിൽ പോകാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാകും. അത് മാത്രമല്ല, ഈ കെ സുരേന്ദ്രൻ എന്ന് മുതലാണ് ഈ നിങ്ങൾ പറഞ്ഞ ഒരു വൈബ്രൻ്റായ നിലയിൽ നിന്നും മാറുന്നത്? ഈ വി മുരളീധരനുമായിട്ട് അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിന് ശേഷമുള്ള ട്വിസ്റ്റാണോ അത്? അധ്യക്ഷ സ്ഥാനത്ത് എത്തിയ ഉടനെ അല്ല, അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിന് ശേഷം വളരെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഇതിൽ ചെറിയൊരു മാറ്റം നമുക്ക് ഇപ്പം എനിക്ക് മാത്രമല്ല പൊതുവെ രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിലാണ് ഇവർ തമ്മിൽ ചെറിയ അസ്വാരസ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. കാരണം അതിന് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എൻ്റെ ഓർമ്മയിൽ വരുന്നത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുമായിട്ടുള്ള സുരേന്ദ്രന്റെ വിഷയമാണ്. ആ ശ്രീജിത്ത് പണിക്കർ അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും BJP-ക്ക് വേണ്ടിയിട്ട് BJP-കാരനല്ലാതെ തന്നെ BJP-ക്ക് വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ചലഞ്ച് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹമായിട്ടുള്ള അസ്വാരസ്യം സുരേന്ദ്രൻ വരുന്നത്, സുരേന്ദ്രനുമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതൊക്കെ അത് പലപ്പോഴും BJP പ്രവർത്തകരെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കരെ ഒരു വേദി പങ്കിട്ടുകൊണ്ട് ശ്രീജിത്ത് പണിക്കർക്ക് ഒരു പരിപാടിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുരളീധരൻ വെച്ച് കൊടുക്കുന്നത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് മുരളീധരൻ ശ്രീജിത്ത് പണിക്കരെ കയ്യിലെടുക്കുന്നത് സുരേന്ദ്രന് എതിരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് സാധാരണ കോമൺ സെൻസ് ഉള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകന് വീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പൊ ആ നിലക്കാണ് ഞാൻ അതിനെ കണ്ടത്. തീർച്ചയായും. തിരികെ ശ്രീ എ കെ നസീറിലേക്ക്. ശ്രീ എ കെ നസീർ, ഈ വി മുരളീധരൻ കെ സുരേന്ദ്രനെ തള്ളുന്ന ഘട്ടത്തിൽ ഇനി സുരേന്ദ്രന് ഈ തരത്തിൽ പിടിച്ചു നിൽക്കാനാകുമോ അവരുടെ പാർട്ടിക്കുള്ളിൽ?
ഇനി സുരേന്ദ്രന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുരേന്ദ്രന്റെ പ്രധാനപ്പെട്ട ബലം മുരളീച്ചേട്ടൻ തന്നെയായിരുന്നു. പക്ഷെ വി മുരളീധരനായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ സുരേന്ദ്രന് ശക്തമായ ഒരു നിലനിൽപ്പ്, ഒരു സംഘടനാപരമായിട്ടൊരു നിലനിൽപ്പ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിന്നെ പാലക്കാടിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദി എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ റൈറ്റ് ഹാൻഡായി പ്രവർത്തിച്ച അവിടുത്തെ ചാർജുള്ള രഘുനാഥാണ്. രഘുനാഥ് പലപ്പോഴും മുതിർന്ന നേതാക്കൾ ഒഴിവാക്കിക്കൊണ്ട് ചില പരിപാടികളും പ്രവർത്തനങ്ങളും അവിടെ നടത്തി എന്നാണ് അവിടുത്തെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞത്. പക്ഷെ അത് മുതിർന്ന നേതാക്കൾക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പാലക്കാട് മാത്രമല്ല, മുതിർന്ന നേതാക്കളെ പല സ്ഥലങ്ങളിലും വേണ്ട വിധത്തിൽ പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്ന പാർട്ടി നേതൃത്വത്തിനെതിരെ മുതിർന്ന നേതാക്കൾ പലരും പല വേദികളിൽ വെച്ച് പ്രതികരിക്കാറുണ്ട്. അത്തരം പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും പാർട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. കാരണം അവരൊക്കെ ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്ന കാലത്ത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് കഷ്ടപ്പെട്ട് പാർട്ടീനെയൊക്കെ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ശിവരാജ് ചേട്ടനൊക്കെ എനിക്കറിയാം. ശിവരാജ് ചേട്ടനൊക്കെ ശരിക്കും പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു സീറ്റ് ജയിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം പിന്നെ അന്നത്തെ പഴയ ഒരു ജില്ലാ പ്രസിഡന്റ് ശിവദാസനൊക്കെ ഞാൻ ആ സമയങ്ങളിലൊക്കെ പാലക്കാട് പല ഈ ശിവരാജൻ ശോഭാ സുരേന്ദ്രനെയാണ് മുമ്പോട്ട് വെച്ചത്. അതെ, അത് ശോഭാ സുരേന്ദ്രനെ മുന്നോട്ട് വെക്കാൻ കാരണം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കൂടുതൽ ഒരു ക്രൗഡ് പുള്ളിങ് പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് BJP സംബന്ധിച്ച് കുറച്ച് ഗുണകരമായിരിക്കാം. പക്ഷേ അത് പാർട്ടി നേതൃത്വമാണല്ലോ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ അങ്ങനെ വെച്ചാലും സാധാരണ പ്രവർത്തകർ ഇപ്പോൾ കൃഷ്ണദാസ് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൃഷ്ണകുമാർ മതി എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാറിനെ വയ്ക്കാനും നിവൃത്തിയുള്ളൂ. പക്ഷേ അത് ഈ പാർട്ടിക്കുള്ളിലെ ഇപ്പോഴത്തെ ഭിന്നത, വി മുരളീധരൻ്റെ തള്ളൽ, കെ സുരേന്ദ്രൻ്റെ ദൗർബല്യം വർദ്ധിക്കുന്നത്, ഈ പ്രത്യേകിച്ച് പാലക്കാടിൻ്റെ പശ്ചാത്തലം, ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തെ കൃത്യമായി മുതലെടുത്ത് അതിലേക്കെത്താൻ ശോഭാ സുരേന്ദ്രന് ശേഷിയുണ്ടോ പാർട്ടിക്കുള്ളിൽ? അതിനുള്ള ശേഷി ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ അങ്ങനൊരു വലിയ ഗ്രൂപ്പിൻ്റെ നേതൃത്വ സ്ഥാനത്തുള്ള ആളെ അല്ല ശോഭാ സുരേന്ദ്രൻ. അവരുടെ ഒരു പരിമിതമായ പരിധിക്കുള്ളിൽ റൗണ്ടിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ഫ്ലറിഷ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തകയാണ്. അതുകൊണ്ട് അങ്ങനെ വലുതായിട്ട് കടന്നു വരാനുള്ള സാധ്യതയില്ല. പക്ഷേ പ്രവർത്തകരുടെ ഇടയിൽ ശോഭാ സുരേന്ദ്രൻ്റെ സാമാന്യം നല്ല സ്വാധീനമുള്ള ഒരു പ്രവർത്തന ശേഷിയുണ്ട് എന്നുള്ള വ്യക്തമാണ്. പക്ഷേ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ BJPയെ ഒന്ന് വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ്റെ നേതാക്കളുടെ ഇടയിൽ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഇടയിൽ അത്ര കണ്ട് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന ഉള്ള ഒരു നേതാവല്ല ശോഭാ സുരേന്ദ്രൻ. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ അത് ഉപയോഗിക്കാനുള്ള പ്രാപ്തി ഒരുപക്ഷെ താങ്കൾ കാണുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിലെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയുടെ കഴിവുമായി ബന്ധപ്പെട്ടല്ല, അതിൻ്റെ ഉള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ശോഭ അത്രയും ദുർബല സ്ഥാനത്താണെന്നുള്ളത് അല്ലേ? അതെ, ഞാൻ പറഞ്ഞു വന്നതാണ്. ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിയുടെ കഴിവിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞ, ആ പാർട്ടിയുടെ അത് ഈ നാളത്തെ നേതൃയോഗം ഏത് തരത്തിലായിരിക്കും? ഇത് ഈ ഇപ്പോഴത്തെ ഈ സംഘർഷമൊക്കെ അവിടെ പ്രതിഫലിക്കുമോ, അതോ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്ന രീതിയായിരിക്കുമോ കേന്ദ്ര നേതൃത്വം ഇടപെടും വരെ? അല്ല, പാർട്ടിയുടെ ഇതിൽ ഈ വിഷയങ്ങളൊക്കെ പലരും പല രീതിയിലും അവിടെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ പാർട്ടിയുടെ നേതൃത്വം ഒരു തീരുമാനമൊന്നും നാളെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതൊക്കെ ഇനി ആൾ ഇന്ത്യ നേതൃത്വം തീരുമാനിച്ചതിന് ശേഷം ഉണ്ടാവാനേ സാധ്യതയുള്ളൂ. ഒരുപക്ഷെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നീണ്ടുപോകാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും വലിയൊരു ഡാമേജാണ് ഇപ്പോൾ പാലക്കാട് സംഭവിച്ചത്. അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സുരേന്ദ്രനെ മാറ്റേണ്ടി വരും BJPക്ക്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര നേതൃത്വം മാറേണ്ടതില്ല പാലക്കാട് പരാജയത്തിലെന്നാണല്ലോ പറയുന്നത്. പാർട്ടിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ചേഞ്ച് ദേശീയ നേതൃത്വം ആലോചിക്കാനുള്ള സാധ്യത കാണുന്നു. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു പുറത്തു നിന്നുള്ള രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ BJPയുടെ കേരളത്തിൽ ഇതുവരെയുള്ള രാഷ്ട്രീയ വിലയിരുത്തൽ, തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും BJP സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനവുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല, അത് ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് വേറൊരു ലൈനിൽ സുരേഷ് ഗോപി ജയിച്ചു പോകുന്നതാണ്. അതിൽ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അങ്ങനെ വലിയ പങ്കൊന്നുമില്ല. പക്ഷെ പങ്കുള്ള കാര്യങ്ങളിൽ അത് പൂർണ്ണമായിട്ട് ബോധിൽ വിജയിപ്പിച്ചെടുക്കാൻ BJP സംസ്ഥാന ഘടകത്തിന് കഴിയാതെ പോകുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അതിന് പ്രധാന കാരണം പ്രവർത്തകരുടെ വേദന തന്നെയാണ്. പ്രവർത്തകരുടെ ഒരു കാര്യത്തിലും പാർട്ടി ഇടപെടുകയോ അവരുമായി കൂട്ടിച്ചേർന്ന് കൈപിടിക്കുകയോ ചെയ്യുന്നില്ല.
കാരണം ഓരോ 3 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുത്ത് വരുന്ന നേതാക്കന്മാര് ആ പഴയ ആളുകളെ, അതുവരെ ഉണ്ടായിരുന്ന ആളുകളെ മാറ്റി നിർത്തിയിട്ട് പുതിയൊരു ആളുകളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിലവിൽ പ്രവർത്തിച്ച ആളുകളുടെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അവർ ഒരുപാട് കേസിൽ പ്രതിയായിട്ടുണ്ടാവാം, പലതരത്തിൽ തല്ലുകൊണ്ട് ഞാൻ തിരിച്ചെത്താം. ശ്രീ എം ജയചന്ദ്രൻ, അത്തരം കാര്യങ്ങളിൽ പിന്നീട് പാർട്ടി ഇടപെടുന്നില്ല. അതൊക്കെ പ്രവർത്തകർക്ക് ഒരുപാട് വേദന ഉണ്ടാകില്ലേ? അവര് കഴിഞ്ഞ വർഷം വരെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പാർട്ടിക്ക് വേണ്ടി കേസിൽ പോകുന്നു, അവരുടെ ജോലി പോകുന്നു, ജോലി കഴിഞ്ഞ് കേസ് നടത്തുന്നു, ലാസ്റ്റ് കേസ് നടത്തുന്ന സ്വന്തം പോക്കറ്റിൽ പൈസ കൊടുത്ത് കേസ് നടത്തണം, അവന്റെ പണി കളഞ്ഞ് കോടതിയിൽ പോകണം. അതൊക്കെ അവന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. അതെ, തീർച്ചയായും. ശ്രീ എം ജയചന്ദ്രൻ, തലോടൽ പോലും പാർട്ടി നേതൃത്വം ചെയ്യുന്നില്ല. അതെ, ഈ കേന്ദ്ര നേതൃത്വം ഇപ്പോൾ പറയുന്നത് ഈ പാലക്കാടിന്റെ പശ്ചാത്തലത്തിൽ രാജിവെക്കേണ്ടതില്ല, അതൊരു പക്ഷേ ഒരു തന്ത്രമായിരിക്കാം, ദൗർബല്യം പുറത്ത് കാട്ടാതിരിക്കാൻ. ഇനിയിപ്പോൾ നാളത്തെ തീരുമാനത്തിൽ ഇതിലൊരു വ്യക്തത വരുമായിരിക്കും. നാളെ ഇപ്പൊ ഇതൊന്നും അതെ അതെ. ശ്രീ നസീർ, ഞാൻ തിരിച്ചെത്താം. ഞാൻ എം ജയചന്ദ്രൻ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാളത്തെ കാര്യത്തിലൊന്നും എന്തെങ്കിലും സുരേന്ദ്രനെതിരെ നടപടിയിലേക്കൊന്നും അല്ല, നടപടിയല്ല ഞാൻ പറയുന്നത്. ആ ചർച്ചയും അതിലെ ഭിന്നതയും നേതൃത്വം എത്ര കണ്ട് സുരേന്ദ്രനെതിരായെന്നും ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറുന്നതും ഇതൊക്കെ സൂചിപ്പിക്കാവുന്ന ഘടകങ്ങൾ നാളെ ബോധ്യമാകുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം, ചോദ്യം. ബുദ്ധിമുട്ടാണ് അജിം സാറേ. BJP-യുടെ ഒരു ഇന്നത്തെ ഒരു നില വെച്ച്, അതിന്റെ ആന്തരിക ഘടന വെച്ചും നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു ചർച്ച വന്നാൽ സ്വാഭാവികമായും പാലക്കാട് മാത്രമല്ല, തൊട്ടടുത്ത ചേലക്കരയിലുണ്ടായ വോട്ട് വർധനവ് കാണണ്ടേ? അതിൽ സുരേന്ദ്രന് പങ്ക് അവകാശപ്പെടാനുള്ള സാധ്യത ഉണ്ടല്ലോ. അത് കാണാതിരിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ അറിഞ്ഞിട്ടുള്ളത്, ഈ ശോഭാ സുരേന്ദ്രനേക്കാളും കൂടുതൽ ദേശീയ നേതൃത്വത്തിന് താല്പര്യമുള്ള പേര് സുരേന്ദ്രൻ കഴിഞ്ഞാൽ MT രമേശാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് MT രമേശിനെ സംബന്ധിച്ച് നേരത്തെ ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്ന ആളായിരുന്നു V മുരളീധരനെങ്കിലും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് രമേശിനെ സംബന്ധിച്ച് അങ്ങനത്തെ അഭിപ്രായം തെറ്റിദ്ധാരണാജനകമായ അല്ലെങ്കിൽ ഒരു അകൽച്ചയുടെ അതിനകത്ത് സംശയങ്ങൾ രൂപം കൊള്ളുന്നത് ഈ കേവലം ഒരു ഗ്രൂപ്പല്ല, ഇതിൻ്റെ പിന്നിൽ ചില സ്വഭാവങ്ങളുണ്ട്. ആ സ്വഭാവങ്ങളെ നയിക്കുന്ന ചില രീതികളുണ്ട്. അതൊക്കെ കൊണ്ട് സ്വാഭാവികമായും കെ സുരേന്ദ്രനെ തള്ളിയാൽ പോലും MT രമേശിലേക്ക് V മുരളീധരൻ എത്താനാകുമോ? അതിൻ്റെ സമവാക്യങ്ങൾ എങ്ങനെയാണ് കിടക്കുന്നത് ഇവരുടെ നിലനിൽപ്പും ഒക്കെയായി ബന്ധപ്പെട്ട്? ഇതൊക്കെ സംശയാസ്പദമാണ്. അതെ, അത് പരസ്പരം അഡ്ജസ്റ്റബിൾ ആവുന്ന ഒരു ഘട്ടത്തിലേക്ക് അവർ എത്തിക്കഴിഞ്ഞു എന്നാണ് ഞാൻ അറിഞ്ഞതെന്നാണ് ഞാൻ പറഞ്ഞത്. അതുണ്ടാവില്ല എന്നുള്ളത് തീർച്ചയായും എം ജയചന്ദ്രനാണ് കാര്യങ്ങൾ വിശദീകരിച്ചു വന്നത്. എന്തായിരുന്നാലും കെ സുരേന്ദ്രനെതിരായ പടയൊരുക്കം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ BJP-യിൽ നിറഞ്ഞാടുകയാണ്. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് നാം പരിശോധിച്ചത്. ഇവിടെ ഈവനിംഗ് ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.